അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും NIOS +2 അറബിക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചാപ്റ്റർ 4 ആയ ഹുക്കൂക്കുൽ ഇൻസാൻ എന്നുള്ള പാഠഭാഗമായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ പാഠഭാഗം വായിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് അതിലെ ഗ്രാമർ ഭാഗമായിട്ടുള്ള മുബ്തദ എന്താണ്, ഖബർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മുബ്തദ എന്താണ്, ഖബർ എന്താണെന്നത് ചില ഉദാഹരണങ്ങളിലൂടെ നോക്കാം. ഇവിടെ ഒന്നാമത്തെ ഉദാഹരണം നോക്കൂ. അത്തുഫാഹത്തു ഹുൽവത്തുൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ആപ്പിൾ മധുരമുള്ളതാണ്. അതിൻ്റെ അർത്ഥത്തിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ആപ്പിൾ മധുരമുള്ളതാണ്. രണ്ടാമത്തെ എന്താണ്? അസൂറത്തു ജമീലത്തുൻ. ചിത്രം എന്താണ്? ഭംഗിയുള്ളതാണ്. മൂന്നാമത്തത് അൽ ജെറിയു മുഫീദുൻ. ഓട്ടം ഉപകാരമുള്ളതാണ്. അതുപോലെ നാലാമത്തെ അൽ കിത്താറു സെരിയോൻ. തീവണ്ടി എന്താണ്? വേഗതയേറിയതാണ്. അഞ്ചാമത്തെ അന്യലാഫത്തു വാജിബത്തുൻ. വൃത്തി നിർബന്ധമാണ്. ആറാമത്തേത് അൽ അർള് മുസ്തദീറത്തുൻ. ഭൂമി എന്താണ്? ഇരുണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ഉദാഹരണങ്ങളുടെ മുബ്തദ എന്താണ്, ഖബർ എന്താണെന്ന് നോക്കാം. ഇവിടെ ആദ്യം കൊടുത്തത് ശ്രദ്ധിക്കൂട്ടോ. അൽ മുബ്തദഉ ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വൽ ജുംലത്തി. മുബ്തദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മുൻ മർഫൂഉൻ. അത് റഫ് ചെയ്യപ്പെട്ട ഒരു ഇസ്മാണ്, അതായത് ഒരു നാമമാണ്, ഒരു പേരാണ്. ഫി അവ്വലി ജുംലത്ത്. എവിടെ? ഒരു ജുംലയുടെ ആദ്യത്തിൽ. അപ്പോൾ താഴെ കൊടുത്ത് നോക്കൂ. വാക്യാരംഭത്തിൽ റഫ് നൽകപ്പെട്ട നാമമാണ് മുബ്തദ. അപ്പോൾ ഇവിടെ ഈ ഉദാഹരണം ശ്രദ്ധിക്കൂ. അത്തുഫാഹത്തു ഹുൽവത്തു എന്നുള്ളത് ഏതാണ് മുബ്തദ? അതായത് മുബ്തദ എന്ന് പറഞ്ഞാൽ ഒരു വാക്യത്തിൻ്റെ ആദ്യത്തിലാണ് വരിക എന്ന് നമ്മൾ പറഞ്ഞു. അതിനെന്തായിരിക്കും? റഫ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. റഫ് പറഞ്ഞാൽ ലൊമ്മ്. തുഫാഹത്തു എന്നല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്? അല്ല തുഫാഹത്തീന്നോ തുഫാഹത്തെന്നോ അല്ലല്ലോ, തുഫാഹത്തു എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തിൽ വരുന്നതാണ് മുബ്തദ. ഇനി എന്താണ് ഖബർ എന്ന് നോക്കാം. അൽ ഖബറു ഇസ്മുൻ മർഫൂൻ. രണ്ടാമത്തെ കേട്ടോ, ഇവിടെ രണ്ടാമത് കൊടുത്ത് ശ്രദ്ധിക്കുക. അൽ ഖബറു ഇസ്മുൻ മർഫൂൻ യുകവ്വിനു മഅൽ മുബ്തദഉൽ ജുംലത്തു മുഫീദ. അല്ല ഖബർ എന്താണ്? മുബ്തദയിനോട് ചേർന്ന് ഒരു വാക്യം രൂപമുണ്ടാക്കുന്ന റഫ് നൽകപ്പെട്ട നാമമാണ് ഖബർ. അതായത് ഈ മുബ്തദിനോട് ചേർന്ന് വരുന്ന റഫ് ചെയ്തത്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൊമ്മ ചെയ്തതാണ് ഖബർ എന്നുള്ളത്. ഇവിടെ ഈ ആദ്യത്തെ ഉദാഹരണം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. തുഫാഹത്തു ഹുൽവത്തുൻ എന്നുള്ളതാണ് അപ്പോൾ ഖബറായിട്ട് വരിക. ആദ്യത്തേത് മുബ്തദവും രണ്ടാമത്തേത് വരുന്നത് ഖബറും. അപ്പോൾ തുഫാഹത്തു ഹുൽവത്തു നിലയിൽ തുഫാഹത്തു എന്നുള്ളത് മുബ്തദ, ഹുൽവത്തു നിലയിൽ ഖബർ. ഇത് രണ്ടും എന്തായിരിക്കും? ഇസ്മായിരിക്കും, അതായത് ഒരു നാമമായിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. തുഫാഹത്തു അതെന്താണ്? ഒരു പേരാണ് അല്ലേ? ആപ്പിൾ എന്നുള്ള അർത്ഥം. സൂറത്ത് ചിത്രം അതെന്താണ്? ഒരു പേരാണ്. അതുപോലെ എല്ലാം എന്താണ്? ഇസ്മായിട്ടാണ് വരിക. അതുപോലെ ഇതിന് രണ്ടിനും എന്താണ് വരിക? റഫ് ആയിരിക്കും വരിക, അതായത് ലൊമ്മ ആയിരിക്കും വരിക. തുഫാഹത്തു ഹുൽവത്തുൻ, സൂറത്തു ജമീലത്തുൻ, അൽ ജരിയു മുഫീദുൻ. ഇതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു മുബ്തദവിനും ഖബറിനും എന്താണ്? ലൊമ്മ ആയിരിക്കും അതിൻ്റെ അവസാനത്തിൽ വരിക. ഇനി ഇവിടെ അസൂറത്തു ജമീലത്തുൻ നിലയിൽ ഏതാണ് മുബ്തദ ആയിട്ട് വരിക? അസൂറത്തു എന്നുള്ളത് അല്ലേ. പിന്നെ ജമീലത്തു എന്നുള്ളതോ? ജമീലത്തു എന്നുള്ളത് ഖബർ. അപ്പോൾ ഖബർ എപ്പോഴും എന്തായിരിക്കും? ഒരു നാമത്തിൻ്റെ വിശേഷണമായിരിക്കും. തുഫാഹത്തിൻ്റെ ഒരു വിശേഷണമാണ്. ആപ്പിൾ മധുരമുള്ളതാണെന്നുള്ളത് അതിൻ്റെ ഒരു വിശേഷണമാണ് അല്ലേ. ഇനി അൽ കിത്താറു സെരിയോൻ. ഇതിലേതാണ് മുബ്തദ? നമുക്കറിയാം അൽ കിത്താറു എന്നുള്ളതാണ് മുബ്തദ, അതായത് ഒരു വാക്യത്തിൻ്റെ ആദ്യം വരുന്നതാണ് മുബ്തദ. സെരിയോ എന്നുള്ളത് ഖബർ. അന്നലാഫത്തു വാജിബത്തുൻ. ഇതിലേതാ മുബ്തദ? അന്നലാഫത്തു എന്നുള്ളത് മുബ്തദ, വാജിബത്തു എന്നുള്ളത് ഖബർ. അൽ അർളു മുസ്തദീറത്തുൻ. അപ്പോൾ ഇതിലെന്താണ്? അൽ അർളു എന്നുള്ളത് മുബ്തദ, മുസ്തദീറത്തു എന്നുള്ളത് ഖബർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. എല്ലാവരും പേജ് നമ്പർ 21 ഒന്നാമത്തെ ആക്ടിവിറ്റി ശ്രദ്ധിക്കുക. ഈ അലിഫ് എന്നിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അജിബ് അമ്മായി എത്തി. താഴെ കൊടുത്തതിന് ഉത്തരം കണ്ടെത്തുക. അതായത് കഴിഞ്ഞ പാഠത്തിലുള്ളത് പോലെ തന്നെ പാഠത്തിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ? മാഹിയ കുലിയത്തു മുഹിമ്മത്തു ബൈന ബനി ആദം. മാഹിയ എന്തായിരുന്നു? കുലിയത്ത് അതായത് പ്രശ്നം. മുഹിമ്മത്തുൻ പ്രധാനപ്പെട്ട. ബൈന ബനി ആദം അതായത് മനുഷ്യകുലത്തിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്?
ഇവിടെ താഴെ ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഹുക്കൂക്കുൽ ഇൻസാൻ കുലിയത്തു മുഹിമ്മത്തു ബൈന ബനിയാദം. നമുക്കറിയാം അല്ലേ, നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഹുക്കൂക്കുൽ ഇൻസാൻ, അതായത് മനുഷ്യാവകാശങ്ങളായിരുന്നു മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ? മത്ത ഇജ്തമഅ ഫി ബാരിസ് വലിമാത. മത്ത എപ്പോൾ, ഇജ്തമഅ ഒരുമിച്ച് കൂടി, അസ്സുഅമാ ആര് നേതാക്കന്മാർ, ഫി പാരീസ് എവിടെ ഫ്രാൻസിൽ, വലിമാത എന്തിന്. അതായത് നേതാക്കന്മാർ പാരീസിൽ എന്തിനായിരുന്നു ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നത്? വലിമാത. എപ്പോഴായിരുന്നു ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നത്? വലിമാത എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇജ്തമഅ ഫി പാരീസ് ഫർണിസ് 1789 അവർ. എപ്പോഴായിരുന്നു നമ്മൾ ചോദിച്ചത് അല്ലേ? അപ്പോൾ എപ്പോഴായിരുന്നു ഒരുമിച്ച് കൂടിയത്? 1789 അവർ ഫ്രാൻസിൽ ഒരുമിച്ച് കൂടിയത്. ലി ഇസ്തോറിയോലാനഹു ലി ഹുക്കൂക്കുൽ ഇൻസാൻ ഇസ്ര സൗറത്തുൽ ഫർണിസിയ. ലി ഇസ്തോറിയോലാനഹു എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ചില പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിപ്പിക്കാൻ. ലി ഹുക്കൂക്കുൽ ഇൻസാൻ എന്തിനു വേണ്ടി? മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചില പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിപ്പിക്കാനായിരുന്നു അവർ ഒത്തുകൂടിയത്. ഇസ്ര സൗറത്ത് ഫർണിസിയ എന്തിനു ശേഷം? ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം. ഇസ്ര നമ്മൾ പറഞ്ഞു ശേഷം എന്നുള്ള മീനിങ് ആണ്. വയലാനുൽ മബാദിഉ ഡെമോക്രാത്തിയ വൽ മനാദാത്തു ബിൽ ഹുരിയത്ത് വൽ മസാവാത്തു വൽ ഇഹാൽ. യലാനുൽ മബാദിഉ ഡെമോക്രാത്തിയ അതായത് ഒരു ഡെമോക്രാറ്റിക് രാജ്യം വരുവാൻ വേണ്ടിയിട്ട്, ബിൽ ഹുരിയത്ത് പിന്നെ എന്തിനു വേണ്ടി? ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, വൽ മസാവാത്ത് സമത്വത്തിന് വേണ്ടിയിട്ട്, വൽ ഇഹാൽ സാഹോദര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ മനുഷ്യാവകാശങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ ഒരുമിച്ച് ചേർന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കം മാദത്ത് ഫിൽ ഇഅ്ലാനുൽ ആലമി ലി ഹുക്കൂക്കുൽ ഇൻസാനുൽ മൻഷൂർ മിനൽ ഉമമിൽ മുത്തഹിദ. കം മാദത്ത് അതായത് എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, എത്ര കാര്യങ്ങളുണ്ടായിരുന്നു, ഫിൽ ഇഅ്ലാൻ ആ പ്രഖ്യാപനത്തിൽ, അൽ ആലമി ലി ഹുക്കൂക്കുൽ ഇൻസാൻ മൻഷൂർ മിനൽ ഉമമിൽ മുത്തഹിദ. അതായത് നമ്മൾ പറഞ്ഞു മനുഷ്യാവകാശങ്ങളുടെ ചില പ്രഖ്യാപനങ്ങൾ ഐക്യരാഷ്ട്രസഭ ഒത്തുകൂടിയതിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി അവരെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രഖ്യാപനങ്ങൾക്ക് എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു നമ്മൾ പാഠഭാഗത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇവിടെ താഴെ കൊടുത്തുക്കണു അല്ലേ. തൂജതു 30 മാദത്ത് ഫിൽ ഇഅ്ലാനുൽ ആലമി ലി ഹുക്കൂക്കുൽ ഇൻസാനിൽ മൻഷൂർ മിനൽ ഉമമുൽ മുത്തഹിദ. അത് എന്താണ്? 30 ആർട്ടിക്കിളായിരുന്നു ഈ ഐക്യരാഷ്ട്രസഭയിലൂടെ അവർ പ്രഖ്യാപിച്ചത്. 30 കാര്യങ്ങളായിരുന്നു പ്രഖ്യാപിച്ചത്. ഇനി എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലിമാദ ബഖൈത്തുൽ മവാദു ഹൗല ഹുക്കൂക്കുൽ ഇൻസാനിൽ മദ്കൂറ ഫി മൻഷൂറുൽ ഉമമിൽ മുത്തഹിദത്ത് ഹബ്ര അലൽ വറക്ക്. അതായത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ഈ മനുഷ്യാവകാശങ്ങളൊക്കെ ഒരു പേപ്പറിൽ മഷിയായി തന്നെ നിന്നോന്ന്. അത് എന്തുകൊണ്ടായിരുന്നു അങ്ങനെ മഷിയായിങ്ങാണ്ട് ബാക്കിയായി തീർന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബഖൈത്തുൽ മവാദു ഹൗല ഹുക്കൂക്കുൽ ഇൻസാനിൽ മദ്കൂറ ഫി മൻഷൂറുൽ ഉമമുൽ മുത്തഹിദ ഹബ്ര അലൽ വർക്കിൽ അന്യ ഹാദിഹിൽ ഹുക്കൂക്ക് മാ കാനത്തു മൗജിഹത്തു ഈമാനെ വഹ്തിസാബൻ ബിദ്ദവാഫിയു അഖ്റുയ മബ്നിയത്തു അല മഖാഫത്തു റബ്ബുൽ ആലമീൻ. എന്താണ്? ബഖൈത്തു മവാദു ഹൗല ഹുക്കൂക്കുൽ ഇൻസാനിൽ മദ്കൂറ മേൽ പറഞ്ഞവയൊക്കെ എന്താണ് ബാക്കിയായി തീർന്നു. അൽ ഉമമുൽ മുത്തഹിദ എന്ത് ഐക്യരാഷ്ട്രസഭയിലൂടെ പ്രചരിച്ചതൊക്കെ മേൽ പറഞ്ഞവയെല്ലാം ബാക്കിയായി തീർന്നു. ഹബ്ര അലൽ വറക്കിൽ അന്ന ഹാദിഹിൽ ഹുക്കൂക്ക് അതായത് ഹബ്ര അലൽ വറക്കി പേപ്പറിൽ ഒരു മഷിയായി തന്നെ നിന്നു. അന്ന ഹാദിൽ ഹുക്കൂക്കി മാ കാനത്ത് മൗജിഹത്തെ ഈമാനം വഹ്തിസാബെ വിദവാഫിയോ അഹ്റുയ. അപ്പോൾ ഈ വരി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പരലോകത്ത് വെച്ച് പ്രതിഫലം ലഭിക്കുമെന്നുള്ളതും അള്ളാഹുവിനെ ഭയപ്പെടുമെന്നുള്ളതും ആളുകൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇത് അവിടെ തന്നെ ബാക്കിയായിട്ട് നിന്നത്. ഇനി എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ? ശ്രദ്ധിക്കൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഐനൽ മഖറു ദാഇമു ലി മുനല്ലിമത്തുൽ ഉമമിൽ മുത്തഹിദ. അതായത് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിക്കണേ. അത് നമ്മളെ ഒരു ബ്രാക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ അതിൻ്റെ ആൻസർ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? അൽ മഖറു റഈസി ദാഇമു ലി മുനല്ലിമത്തുൽ ഉമമിൽ മുത്തഹിദ ഫി ന്യൂയോർക്ക്. എവിടെയായിരുന്നു? ന്യൂയോർക്കിലായിരുന്നു ഇതിൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്?
അലാമ തുറക്കസുൽ മവാദി ഹൗല ഹുക്കൂക്കുൽ ഇൻസാനിൽ മദ്കൂറ ഫി മൻഷൂറുൽ ഉമമിൽ മുത്തഹിദ. അതായത് ഐക്യരാഷ്ട്രസഭയിലൂടെ പ്രചരിച്ച കാര്യങ്ങൾ എന്തിനെയായിരുന്നു കേന്ദ്രീകരിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇതിൽ ആറാമത്തെ ശ്രദ്ധിക്കുക. അൽ മവാദി ഹൗല ഹുക്കൂക്കുൽ ഇൻസാനിൽ മദ്കൂറ ഫി മൻഷൂർ ഉമമു മുത്തഹിദ തുറക്കിസു അല ഇബ്രാസ് തക്രീമു ബനിയാദം. അതായത് അൽ മവാദ് ഹൗല ഹുക്കൂക്കുൽ ഇൻസാൻ, ഈ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി മദ്കൂറത്തും പറയപ്പെട്ടു ഫി മൻഷൂർ ഉമമിൽ മുത്തഹിദ. അതായത് ഐക്യരാഷ്ട്രസഭയിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞത് തുറക്കസു അല ഇബ്രാസ്, എന്തായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്, എന്തിനെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്? ഇബ്രാസ് തക്രീമു ബനിയാദം, അതായത് മനുഷ്യകുലത്തെ ആദരിക്കുവാൻ വേണ്ടി. തക്രീം പറഞ്ഞാൽ ആദരിക്കാൻ. വഹുരിയത്തുഹും, സ്വാതന്ത്ര്യം നൽകാൻ, അതായത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കണം. ഫി തഫ്കീർ, എന്തിലൊക്കെ? ചിന്തയിലും. വൽ മഈഷത്ത്, അവർക്ക് ജീവിക്കാനും. വതമത്ത, അതുപോലെ എന്താണ്? ആസ്വദിക്കാൻ. അത് എന്തൊക്കെ? അതിൽ നീതിയും. വൽ മസാവത്ത്, സമത്വം. ഫി ഹക്ക് ഹുസൂൽ, എന്താണ്? അതുപോലെ എന്താണ്? ഫി ഹക്ക്, സത്യത്തിൽ ഹുസൂൽ, എത്തിച്ചേരാൻ. അലൽ വലായിഫ്, നേരായ ജോലിയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്രസഭയിലൂടെ പറഞ്ഞിരുന്നത്. വത്തക്കീദു അല ആദമു തദ്ഖുലു ഫി ശുഊനി ദാഖിലിയ വൽ ഖാരിജിയ ലി അഫ്രാദ് വൽ ഹുക്കൂമാത്ത് വഹ്തിറാമു ജമീഉൽ അദിയാൻ. അതുപോലെ എന്താണ്? തക്കീദു അല ആദമു തദ്ഖുലു ഫി ശുഊനി ദാഖിലിയ ഖാരിജിയ, അതായത് രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്ന കാര്യങ്ങളിൽ എന്താണ്? എല്ലാ അംഗങ്ങളോ ഗവൺമെൻറ്റുകളോ പങ്കാളിയാകണം എന്നുള്ളത്. വഹ്തിറാമു ജമീഉൽ അദിയാൻ, അതുപോലെ എന്താണ്? എല്ലാ മതങ്ങളെയും ഒരുപോലെ ആദരിക്കുവാൻ വേണ്ടി. ഇനി എന്താണ്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാതാ കാന വക്ക ലൗ കാനത്തിൽ ഹുക്കൂക്കു മുവജ്ജഹത്തു ബിദവാഫിയോ ആഹ്റുയ. അതായത് നമ്മൾ പരലോകത്തുള്ള പ്രതിഫലവും അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ ഈ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചോദിക്കണേ. അപ്പോൾ എന്താണ് ഏഴാമത്തെ ആൻസർ? ഇവിടെ ഏഴാമത്തെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ലൗ കാനത്തുൽ ഹുക്കൂക്കു മുവജ്ജഹ ബിദവാഫിയോ ആഹ്റുയ ല കാനത്ത് ഫആലത്ത് ഈജാബിയത്ത് അക്സർ. എന്താണ്? ഇങ്ങനെ പരലോകത്തെ പേടിച്ചുകൊണ്ടോ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായേനെ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. മാഹിയ ഹുക്കൂക്കുൽ ഇൻസാനിയ. മാഹിയ എന്താണ്? ഹുക്കൂക്കുൽ ഇൻസാനിയ, മനുഷ്യാവകാശങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെ മനുഷ്യാവകാശങ്ങളാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഹുക്കൂക്കുൽ ഇൻസാൻ ഹിയൽ ഹുരിയത്ത് ഫി തഫ്കീർ. മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുരിയത്തും ഫി തഫ്കീർ, ചിന്തയിലുള്ള സ്വാതന്ത്ര്യം. അതുപോലെ വൽ മഈഷത്ത്, ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും. തമത്തോ ബിലാദിൽ, അതുപോലെ എന്താണ്? തമത്തവും ആസ്വദിക്കുന്നു. ബിലാദിൽ, നീതി ആസ്വദിക്കാനും. അൽ മസാവാത്ത്, സമത്വത്തിനും, അതായത് എല്ലാവരെയും തുല്യരായിക്കാണ്ട് പരിഗണിക്കുക. ഫി ഹക്ക് ഹുസൂൽ അല വലായിഫ്, എന്തിൽ? ജോലിയിലേക്കൊക്കെ എത്തിച്ചേരാൻ. വഫി ഷുഊനു ദാഖിലിയ വൽ ഖാരിജിയ അഫ്രാദ് വൽ ഹുക്കൂമാത്ത്, അതായത് ഗവൺമെൻറ്റുകളും അംഗങ്ങളൊക്കെ എന്താണ്? രാജ്യത്തിന് പുറത്തും അകത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ പങ്കാളിയാവുക. വഹ്തിറാമു ജമീഉൽ അദിയാൻ, അതുപോലെ എന്താണ്? മറ്റു മതങ്ങളെ ആദരിക്കുക. അപ്പോൾ ഈ വരി എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് എന്തായാലും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി എന്താണ്? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാതാ തഅല്ലമ അനി ദവാഫിയുൽ ആഖിറുയ. അപ്പോൾ നമ്മൾ പരലോകത്തുള്ള പ്രതിഫലത്തിന് വേണ്ടിയിട്ടോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ദവാഫിയു, അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് ഒമ്പതാമത്തെ. ദവാഫിയുൽ ആഖിറുയ ഹിയൽ ഈമാനു വഹ്തിസാബു ഫി കുല്ലി ഷൈഇൻ വഹിയ മബ്നിയത്തു അലാ മഖാഫത്ത് റബ്ബുൽ ആലമീൻ ഫി സിർറു വൽ ഇൽമി വമാ ലഹറ മിൻഹ വമാ ബത്തൻ. അതായത് നമുക്ക് പരലോകത്ത് എന്താണ്? പ്രതിഫലം ലഭിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മളെന്താണ്? അള്ളാഹുവിനെ ഭയപ്പെടുകയും അതുപോലെ പരസ്യമായി രഹസ്യമായിട്ട് നമ്മളെന്താണ്? നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? മുബത്തദ എന്താണ്, ഖബർ എന്താ എന്നുള്ളത് പഠിച്ചു അല്ലേ? ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ഗ്രാമർ ഭാഗമായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ആക്ടിവിറ്റി ചർച്ച ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ആക്ടിവിറ്റീസും പിന്നെ നമുക്ക് എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.